രാഹുൽ മാങ്കൂട്ടം വലിയ പ്രതിരോധത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ലൈംഗിക വീരനായിട്ട്, ലൈംഗിക വൈകൃതമുള്ള ഒരു എന്താ കാമപിശാച് എന്നൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങുന്ന തരത്തിലേക്ക് ഒരു ജനപ്രതിനിധി മാറിയിരിക്കുന്നു. ഇപ്പോൾ ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തും, ഗർഭചിത്രം നടത്തിയതിന് അറസ്റ്റിലാകും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പരാതിപ്പെട്ട പെൺകുട്ടി കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനവും നഷ്ടപ്പെടും, അറസ്റ്റും ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു മാഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ? 2-3 ദിവസം മാധ്യമങ്ങൾ ഇങ്ങനെ പല വീഡിയോ ക്ലിപ്സുകളും പല ഓഡിയോവും ഒക്കെ പുറത്ത് വിട്ടുകൊണ്ട് രംഗത്തെത്തുമ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്? അല്ല, ജനപ്രതിനിധികൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്കോ, ആരോപണം മാത്രമല്ല ഇത് എന്നാണല്ലോ ഇപ്പോൾ സംസാരം രൂപപ്പെട്ടു വരുന്നത്, ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല എന്തായാലും. ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് വന്നുപെടുന്ന വ്യക്തികൾ അവർ രാഷ്ട്രീയ നേതൃത്വത്തിലിരുന്നാൽ അവരുടെ രാഷ്ട്രീയ കസേരകൾ തകർന്നു വീഴും എന്നത് കേരളത്തിൽ നമ്മൾ പല ഇടങ്ങളിലായിട്ട് കണ്ട കാര്യമാണ്. അതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് നമ്മളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കാര്യത്തിൽ ഐസ്ക്രീം പാർലർ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആളുകളുടെ മുന്നിൽ അദ്ദേഹത്തിനോടുള്ള ഒരു പ്രതിപത്തി എന്ന് പറയുന്ന സാധനം അതേതാണ്ട് നശിച്ച അവസ്ഥയിൽ എത്തിച്ചേരുകയും മുസ്ലിം ലീഗിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് അദ്ദേഹം പരാജയപ്പെട്ടു വരികയും തിരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് അവരെ തോൽപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ആരോപണത്തിന് വിധേയമായി ഇമേജ് നഷ്ടപ്പെടുന്ന ആളുകൾ ജനകീയ കോടതിയിൽ കടുത്ത ശിക്ഷ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ മുകേഷിന് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജനങ്ങൾ പടക്കം പൊട്ടിക്കുന്ന പോലെ അദ്ദേഹത്തെ പൊട്ടിച്ച് തോൽപ്പിക്കും, ഉറപ്പായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് CPM മുകേഷിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും എന്ന് ആരും കരുതുന്നില്ല എന്നുള്ളത്. പക്ഷേ CPM അദ്ദേഹത്തിനെ രാജിവെക്കാനായിട്ടുള്ള ഒരു അനുവാദം നൽകിയില്ല, അല്ലെങ്കിൽ രാജിവെക്കണ്ട എന്നാണ് അവർ തീരുമാനമെടുത്തത്. കാരണം അന്നേരത്ത് രാജിവെച്ച് തിരഞ്ഞെടുപ്പിന് നേരിട്ടാൽ ആ ഉപതെരഞ്ഞെടുപ്പിലും CPM തോക്കും. അങ്ങനെ തോൽവിയുടെ ഘോഷയാത്ര ഏറ്റുവാങ്ങുന്നുണ്ട എന്ന് കരുതി ആണ് പാർലമെൻ്ററി പവർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ധാർമ്മികമായിട്ട് ചീത്തയായ ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലെത്തി അയാൾ രാജിവെക്കണം തീരുമാനമെടുത്ത്. ശരി, പക്ഷെ അത് ആരോപണമായിട്ട് തന്നെ കലാശിക്കുകയാണ് ചെയ്തത്. തെളിവുകളൊന്നും ഉണ്ടായില്ല, ശിക്ഷകളുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥിതി ആരോപണത്തിൽ നിന്ന് തെളിവുകളിലേക്ക് നീങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതും ചിലപ്പോൾ തെളിവുകളൊന്നുമില്ലാതെയും കേസൊന്നും എടുക്കാതിരിക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് ഇതിനെ സമീപിക്കുക, അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ CPM ഇയാൾ രാജിവെക്കണം, ഇയാൾക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായ എതിർപ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ എതിരാളിയുടെ ശബ്ദം മാത്രമായിട്ട് കണക്കാക്കിയാലുണ്ട്. പക്ഷെ കോൺഗ്രസ് ആണ് ഇതിലെന്ത് തീരുമാനം എടുക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത്. കോൺഗ്രസ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ അയാൾ രാജിവെക്കില്ല, അയാൾക്കെതിരെ കേസുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി കേസെടുത്താൽ തന്നെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസായിട്ട് ചിത്രീകരിക്കപ്പെടാനുമായിട്ടുള്ള സാധ്യത കുറവല്ല. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ എനിക്ക് വന്ന് വളരെ കൺഫ്യൂസ്ഡായിട്ടുള്ള അവസ്ഥയിലാണ്. ഇയാളെ സംരക്ഷിക്കണം, ഇയാളെ തള്ളണം കൊള്ളണം എന്നൊന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്, അല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നത്? അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഒരു കാര്യം, CPM-നെ പോലെയല്ല അവർ. കോൺഗ്രസ് കൂടെ ഉള്ളവൻ വളരുന്നത് കോൺഗ്രസിന് ഇഷ്ടമല്ല. തനിക്ക് മുകളിൽ വളർന്നാൽ അത് തൻ്റെ പാർട്ടിയിലുള്ളവനാണെങ്കിലും വെട്ടി വീഴ്ത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതി തന്നെയാണ് കോൺഗ്രസ് ഇവിടെയും എടുത്തിരിക്കുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. പല കൂടെ നിന്നവരും ഒറ്റിയതാണ്. ഈ അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് എത്തിയ ചിലർ ഒറ്റിയതാണ്. ഈ പല മണ്ഡലങ്ങളും തിരിച്ചു കിട്ടാൻ വേണ്ടി പലരും ഒറ്റിയ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് പൊടുന്നനെ ഉയർന്നു വന്ന ഒരു യുവ നേതാവാണ്.
അയാൾ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നു, ആളുകളെ കയ്യിലെടുക്കുന്നു, ചാനൽ ചർച്ചകളിൽ അയാൾ സ്ഥിരം സാന്നിധ്യമാവുന്നു. അയാളെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റാത്ത പിന്നെ ചാനലിലെ പല CPM-ന്റെയും BJP-യുടെയും പോലും ആളുകൾ അയാൾക്ക് മുന്നിൽ തോറ്റു തുന്നാൻ പാടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പിന്നീട് അയാൾ ഒരു പ്രാവശ്യം ഒന്ന് കണ്ണടച്ച് തുറക്കും മുമ്പേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നു. അടുത്ത് നമ്മളൊന്ന് കണ്ണടയ്ക്കും മുമ്പേ അയാൾ MLA ആകുന്നു. അങ്ങനെ നമ്മളൊക്കെ ചിന്തിക്കാത്ത തരത്തിലേക്ക് അയാളങ്ങ് വളർന്ന് പന്തടിച്ച് വലുതാവുകയാണ്. ഒരുപക്ഷെ അടുത്ത UDF അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിപദം പോലും നേടാൻ കഴിവുള്ള ഒരാളായി രാഹുൽ മാങ്കൂട്ടത്തിനെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന്, പാർട്ടിയെക്കാട്ടിലും ജനങ്ങൾ. അത് പാർട്ടിയിലെ ചിലരെ അസ്വസ്ഥതയാക്കിയതാണ്. ഇപ്പോൾ ഈ കുറേ നാളുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തെ, അല്ലെങ്കിൽ കുറേ സംഭവങ്ങളെ, ഇയാളൊരു ഇയാളൊരു കോഴിയാണെന്നുള്ളത് പലരും പറയുന്നുണ്ട്. പലരും അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഈ സ്വകാര്യമായ നിമിഷങ്ങളിൽ പങ്കുവെക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ട് ഇയാളെ ഇത്തരത്തിൽ തേജോവധം ചെയ്യുന്നത് പാർട്ടിക്കകത്ത് നിന്ന് കോൺഗ്രസിന്റെ സ്വഭാവം വെച്ച് നമ്മൾ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയുമോ? ഇല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഘടനാപരമായിട്ടുള്ള രീതികളിൽ പരസ്പരം വെട്ടി വീഴ്ത്തി മുന്നേറുന്ന സ്വഭാവം വളരെ കൂടുതലാണ്. പക്ഷേ അത് കോൺഗ്രസിൽ മാത്രമല്ല, എല്ലാ പാർട്ടികളിലും ഉള്ളതാണ്. പൊതുവേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ എങ്ങനെ കൂടെ നിൽക്കുന്നതിനെ വെട്ടി അത് വളമാക്കി ഉയരാൻ കഴിയും എന്ന ചിന്ത ഇവരെല്ലാവരിലും ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാഫി പറഞ്ഞത്, ഞാൻ ഒളിച്ചോടിപ്പോയതല്ല, ഞാൻ ഗുജറാത്തിലായിരുന്നു, ഞാൻ എന്താ വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. കണ്ടോ? കണ്ടില്ലല്ലോ. മാധ്യമങ്ങളെ ഇന്ന് കാണുമെന്നാണ് പറഞ്ഞത്. കാണാൻ സാധ്യതയുണ്ട്. കണ്ടിട്ട് ആ വിഷയം പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. ഇതിലപ്പുറം ഇവരൊക്കെ എന്ത് സംസാരിക്കാനാണ്? പക്ഷേ പാർട്ടി എന്ന് പറയുമ്പോൾ ആരാണ്? ഹൈക്കമാൻഡാണ്. ആരാണ് ഇവർ ഉദ്ദേശിക്കുന്ന പാർട്ടി? അതൊക്കെ പാർട്ടി തീരുമാനിക്കും. ഇന്നലെ ബിന്ദു കൃഷ്ണ പറഞ്ഞതുമാണ്, അതൊക്കെ പാർട്ടി. ഏത് പാർട്ടിയാണ് തീരുമാനിക്കാനുള്ളത്? ആരാ ഇതിൽ തീരുമാനിക്കുക? കേരളത്തിലാണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ്, സതീശന്റെ അടുത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സതീശൻ തള്ളി പറയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ പെൺകുട്ടി പരാതി പറഞ്ഞിട്ട് പോലും അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയാതെയാണ് ആ പെൺകുട്ടി പുറത്തു വന്നിട്ട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പിന്നെ ഇതിൽ ആരാണ് പറയാനുള്ളത്? അല്ല, ഇത് ഇങ്ങനെ ഒരു പരാതിയും പ്രശ്നമൊക്കെ ഉയർന്നു വരുന്ന സമയത്ത് അത് എങ്ങനെയൊക്കെ വളരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതെ നടപടി എടുക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് നേതൃത്വമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അന്ന് അവർക്കത് നടപടി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇരു പാർട്ടികളെയും വിളിച്ച് സംസാരിച്ച് ആ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെങ്കിൽ പരിഹരിക്കേണ്ടതായിരുന്നു. അത് പരിഹരിക്കപ്പെട്ടില്ല. അല്ല, ഷാഫി പറഞ്ഞത് നിങ്ങൾ പറയുന്ന മാധ്യമ പ്രവർത്തനം ശരിയാണോ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നാണ് പറയുന്നത്. ബാക്കി അദ്ദേഹത്തിന്റെ കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ കേട്ടിട്ട്, പിന്നെ അവിടുന്ന് പാലം പൊളിഞ്ഞു വീഴുന്ന സമയത്ത് അന്ന് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു MP എന്നുള്ള നിലയിൽ തുടർന്ന് ഇടപെടുന്നു. മിനിഞ്ഞാൻ കേന്ദ്ര ഉപരിതല മുങ്ങിയതിന്റെ കാരണം വ്യക്തമാക്കിയതാണ്. അവിടെ പാലം പൊളിഞ്ഞു വീണതിന്റെയൊക്കെ ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പോയതാണ് ബീഹാറിലെന്നൊക്കെ. ഈ കറക്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെടുമ്പം തന്നെ ബീഹാറിലേക്ക് പോകണം. അപ്പൊ അത് മുങ്ങലാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല. അല്ലേ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ പ്രശ്നത്തെ സമീപിച്ചിരുന്നെങ്കിൽ, അതെ അതിൻ്റെ സത്യാവസ്ഥകളെല്ലാം പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഒരു വിഴുപ്പലക്കൽ പ്രോസസ്സിലേക്ക് അത് പോകാനുള്ള സാധ്യത കുറവില്ല. പക്ഷേ എങ്കിലും നമ്മളുടെ മുന്നിലുള്ള ഒരു ഗൗരവമായ വിഷയം എന്ന് പറയുന്നത് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റമാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതേപോലെ വിചാരണ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജ് വല്ലാത്ത തരത്തിൽ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം രാജിവെച്ചാലും ഇല്ലെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ കാര്യമായൊരു രീതിയിൽ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.